ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പെൺപാൽ ചെയ്യണ വീഡിയോ ആയിട്ടാട്ടോ. ഞാൻ കുറേ ദിവസം മുന്നേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പെൺപാൽ ചെയ്യണം എന്നുള്ളതൊക്കെ. കുറേ ദിവസമായി ഇങ്ങനെ ആഗ്രഹിക്കുന്നു കേട്ടോ. ചില ദിവസങ്ങൾ ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി വെക്കലാണ്. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്, അപ്പം ഇങ്ങനെ വീഡിയോ കൊടുക്കാമെന്നും കരുതി. ഇപ്പോൾ ഞാൻ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ജേണലൊക്കെ ചെയ്യണ ഡയറി ഉണ്ടാവുമല്ലോ, അതിന്നൊരു പേപ്പർ കീറിയിട്ട് അതിൽ എഴുതാമെന്നാണ് കരുതണത്. പിന്നെ ലെറ്റർ എഴുതണ വീഡിയോ ഞാൻ എടുക്കണില്ല, കാരണം എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായതുകൊണ്ട് രണ്ടും പാടെ മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ലെറ്റർ കുറച്ച് നോട്ടൊക്കെ അങ്ങനെ ഫോണിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി എഴുതണം. അങ്ങനെ ആകുമ്പം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനത് എഴുതി കഴിഞ്ഞിട്ടില്ല വീഡിയോ ആണ് ഇതിൽ കാണിക്കണത് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത് ചെറിയ വിൻറ്റേജ് ആയിട്ടുള്ള സ്റ്റിക്കറല്ല, കാർഡ് പോലെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ശരിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു രീതിക്ക് എടുത്ത് വെച്ചിട്ട് ഈ വുഡൻ സ്റ്റിക്കില്ലേ അത് വെച്ചിട്ടാട്ടോ ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കണത്. വിൻറ്റേജിലായിട്ടും എസ്തെറ്റിക്കായിട്ടും ഒക്കെ രണ്ടും പാടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബോക്സിൽ വെക്കുന്നത്. പിന്നെ അതിക്കൊരു ചെറിയ ഒരു ക്ലിപ്പ് പോലെ അതുണ്ട്, ഒരു കീ ചെയിനും പിന്നെ ഒരു എറൈസർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. ഇത് പിന്നെ കുറച്ച് സ്റ്റിക്കറുകളാട്ടോ, അതായത് ബർഗർ, പിന്നെ സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനത്തെ കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറുകളാട്ടോ. അപ്പോൾ അത് ഇട്ട് വെക്കാനുള്ള കവറും ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഈ കവറ് പിന്നെ നമ്മൾ എൻഗേജ്മെൻറ്റ് ഹാമ്പറൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുമല്ലോ, ഒരു ബോക്സിൻ്റെ മുകളിലൊക്കെ ഒന്ന് റാപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടായിനി, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്നാണ് കരുതിയത്. അങ്ങനെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചൊറുക്കിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ നെയിം വെച്ചിട്ട് ഇങ്ങനെ ഒരു വിൻറ്റേജ് ടൈപ്പിൽ ഇങ്ങനെ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അത് ഞാൻ ഡബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ തപ്പണത് കുറച്ച് എസ്തെറ്റിക്കായിട്ടുള്ള സ്റ്റിക്കർ വേണം. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ട്, അപ്പോൾ അതിന് നല്ല നോക്കിയിട്ട് എടുക്കാനാണ് കരുതണത്. അപ്പോൾ എല്ലാം പാടെ ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ചെയ്യണത്. ഈ 3 സ്റ്റിക്കറുകളുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം അത് ഒരു സ്റ്റാമ്പ് പോലെ തോന്നുക കണ്ടാൽ. അപ്പോൾ ഞാൻ അതും അതിൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ എസ്തെറ്റിക് ആയിട്ടുള്ളത് വേറെയും വിൻറ്റേജ് ആയിട്ടുള്ളത് വേറെയും, അങ്ങനെ എല്ലാം വേർതിരിച്ചാട്ടോ വെക്കണത്. പിന്നെ അതിലേക്ക് എൻ്റെ കയ്യിൽ ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടീനല്ലോ, അതിലൊരു ബോട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലേനോ സ്ട്രോബെറി തീമിലില്ലേ, അത് ഞാൻ ആ ബോക്സിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഈ ചുറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേപ്പ് ഉണ്ടല്ലോ, ഒരു ക്യൂട്ടായിട്ടുള്ള വാഷി ടേപ്പ്, അത് ഒട്ടിക്കാനായിട്ടുള്ള ചെറിയൊരു കാർഡാട്ടോ ചെയ്യണത്. ഒരു കട്ടിയുള്ള ഒരു കാർഡാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ടേപ്പ് ഒട്ടിക്കാമെന്നാണ് വിചാരിക്കണത്. പിന്നെ അതിൽ ഞാൻ കുറച്ച് ഒരു ഗിൽട്ടൊക്കെ വന്നിട്ടുള്ള 2 ടൈപ്പ് ടേപ്പുണ്ട്, അതും ഒട്ടിക്കുന്നുണ്ട്. പിന്നെ എസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് ടേപ്പുകൾ എൻ്റെ കയ്യിലുണ്ടായിനും, അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ചെറിയൊരു കവറും പാടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഓരോ സ്റ്റിക്കറുകൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ്റെ അക്കൗണ്ടിൻ്റെ ഒരു കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് ഞാനിങ്ങനെ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ പിന്നെ 2-3 വിൻറ്റേജ് സ്റ്റിക്കറുകളുണ്ടല്ലോ, അത് ഞാൻ ഈ ഒരു വിൻറ്റേജ് പോലത്തുള്ള ഈ പേപ്പറിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് വെക്കാമെന്നാട്ടോ കരുതിയത്. അതിനായിട്ട് ഇനി വേറൊരു പാക്ക് ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ 2 വിൻറ്റേജ് ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ചിത്രവും ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള കാർഡ് ഞാനിങ്ങനെ ഒരു വുഡൻ്റെ ക്ലിപ്പ് വെച്ചിട്ടാട്ടോ അങ്ങനെ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത പരിപാടി ചെറിയൊരു കാർഡ്, അതായത് വിൻറ്റേജ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഇങ്ങനെ വിൻറ്റേജ് ആയിട്ടുള്ള ചെറിയൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുള്ള ചെറിയൊരു കാർഡാട്ടോ ചെയ്യണത്. ചെയ്യണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇത് പിന്നെ നമ്മൾ ഈ വായിക്കണോലൊക്കെ ആകുമ്പോൾ ഒരു അടയാളത്തിന് വേണ്ടിയിട്ടൊരു ബുക്ക് മാർക്കൊക്കെ ചെയ്യുമല്ലോ, അതേപോലത്തെ ഒരു കാർഡാണ് ചെയ്യണത്. ഞാൻ അയക്കണ ആൾ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ട് കുറച്ചൊക്കെ ഓരോ നോവലൊക്കെ വായിക്കണ ഒരു കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഞാൻ ഡ്രൈ ഫ്ലവർ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് പോരാതൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു ഹോൾ ഇട്ടിട്ട് ചെറിയൊരു ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ്.
അങ്ങനെ അതും കഴിഞ്ഞ് ഇനിയില്ലത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ലെറ്റർ. അപ്പോൾ ഞാനത് ലെറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. അതൊന്ന് സൈഡിൽ കൂടിയൊക്കെ ഒരു മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു കവർക്കാക്കിയിട്ട് ഇനി സെറ്റ് ചെയ്യണം. ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് അധികമൊന്നുമില്ല, ഒരു 2-3 ഡ്രൈ ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് ഇങ്ങനെ ഉണ്ടാക്കട്ടെ ചെയ്യണത്. നേരത്തെ സെയിം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ എൻ്റെ ടേബിളിൽ ഒരു യെല്ലോ കളർ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതും പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഓരോ ചെറിയ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവറൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതേപോലെ തന്നെ ഒരു പാക്ക് ഉണ്ടായിട്ട് അതും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് എൻ്റെ കാർഡുണ്ടല്ലോ ഞാൻ ചെയ്തേ, ആ കാർഡൊക്കെ ഒന്ന് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു ഫർ ക്ലോത്തിൻ്റെ പോലത്തെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. ചെറിയ ക്രഞ്ചസ് ഉണ്ടാവില്ല, അതേപോലത്തെ അങ്ങനെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ഒരു സോഫ്റ്റ് പോലെയൊക്കെ. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റർ ഇടാൻ വേണ്ടിയിട്ടൊരു കവർ ഉണ്ടായിന്. ഒന്നല്ല കേട്ടോ, കുറച്ചധികം കവറുണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇപ്പം ആദ്യം ഗൾഫിൽ നിന്ന് വന്നപ്പം കൊടുന്നതാട്ടോ. അതുപോലെ അന്നൊക്കെ ഇങ്ങനെ നമ്മൾ ലെറ്റർ വഴിയാണല്ലോ, അന്ന് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ലെറ്റർ വഴിയാണല്ലോ ഓരോ നയക്കൽ. അപ്പോൾ ഓളടുത്ത് ഇങ്ങനത്തെ കുറേ ഉണ്ടായിനി. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യണോണ്ട് ഓൾ എനിക്ക് തന്നതാട്ടോ. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സ്റ്റിക്കറുകൾ ഒന്നിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റാമ്പ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, അതായത് എൻ്റെ നെയിമും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചതാണ്. നമ്മൾ ഈ ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ആ ബോക്സ് എടുത്തിട്ട് അതിക്ക് ഓരോന്ന് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ആ മറ്റേ പേപ്പറിൻ്റെ പേര് എനിക്കറിയില്ല, ആ പേപ്പറൊക്കെ ഒരു കട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഞാൻ ഫസ്റ്റ് അതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഓരോ സാധനങ്ങളും ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളാണെങ്കിലും അത് കുറച്ചിങ്ങനെ ഒരു പൊന്തി നിൽക്കുന്നതായതുകൊണ്ട് ബോക്സ് അടക്കാനൊന്നും പറ്റണില്ല കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റ് നോക്കിയപ്പോൾ ആ ചെറിയ ബോട്ടിലും ക്ലിപ്പും പിന്നെ ബണ്ണൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടി ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കുക. അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും എടുത്തിട്ട് പിന്നെ രണ്ടാമത് ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ നോക്കിയിട്ട് അത് അടക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് പിന്നെ ഇങ്ങനെ അത് പോരാതെക്കാൻ വേണ്ടിയിട്ട് ഈ ജൂട്ടിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാമെന്ന്. പിന്നെ ആ ബോക്സിനൊന്ന് ചൊറുക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 സ്റ്റിക്കറും പാടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് അങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് കളർ ബോക്സ് ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് സ്റ്റിക്കറുകൾ ഒട്ടിച്ചാലും അത് കാണാൻ ഒരു വേറൊരു ഭംഗിയായിക്കാരം. അപ്പോൾ എസ്തറ്റിക് ആയിട്ടാണെങ്കിലും വിൻറ്റേജ് ആയിട്ടാണെങ്കിലും ഒക്കെ കാണാൻ ഭയങ്കര ഒരു ക്യൂട്ടായിക്കാരം. സ്റ്റിക്കറുകൾ ഒട്ടിച്ചാണ്ട് ഞാൻ ലെറ്ററും ഒരു സ്റ്റാമ്പ് ഒട്ടിച്ചല്ലോ, അതേപോലെ തന്നെ ബോക്സിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനത് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.